ഒളിമ്പിക്സ് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നടത്തുന്നത് തന്നെ വലിയ ഒരു ഊർജം ലോകത്തിന് നൽകുന്നുണ്ട്. കാരണം കോവിഡ് എന്ന് പറയുന്ന നിരാശയ്ക്കപ്പുറമായി പ്രതീക്ഷയുടെ ഒരു ലോകമുണ്ടെന്നും അതോടൊപ്പം തന്നെ ലോകം ഒന്നിച്ചു നിന്നാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഈ ഒളിമ്പിക്സ് നമുക്ക് നൽകുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസം തന്നെ ഒരു മെഡൽ ലഭിക്കുന്നുണ്ട്. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മീരാഭായ് ചാനു എന്ന് പറയുന്ന മണിപ്പൂരുകാരി. 2016 റിയോ ഒളിമ്പിക്സിൽ ഈ ചാനു തന്റെ ശ്രമങ്ങളിലെല്ലാം പരാജയപ്പെട്ട് കണ്ണുനീരോടുകൂടിയാണ് ആ രംഗം വിടുന്നത്. ഫുട്ബോളിന്റെ നാടായ ബ്രസീലിൽ നിന്ന് സങ്കടത്തോടുകൂടെ ഇനിയും ഒരു തിരിച്ചുവരവ് പോലും ഉണ്ടാകത്തില്ല എന്നുള്ള നിരാശയോടുകൂടി പോകുന്ന ചാനു പിന്നീട് ചില വാർത്തകളിലൊക്കെ കാണുകയുണ്ടായി. മാനസികമായ പ്രശ്നങ്ങളൊക്കെ ബാധിച്ച് ഡിപ്രഷൻ അടിച്ച് ജീവിതമാകപ്പാടെ തകർന്നുപോയ ഈ മണിപ്പൂരുകാരി എന്നാൽ പതിയെ പതിയെ തന്റെ മാനസികമായ ഊർജം തിരികെ എടുക്കുകയാണ്. അവൾ കൂടുതൽ കരുത്തോടുകൂടി പരിശീലിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 3-4 തവണ മാത്രമേ ഭവനത്തിൽ പോയുള്ളൂ. കാരണം അവളുടെ ഉള്ളിൽ ഒരു തീവ്രമായ ആഗ്രഹമുണ്ട്. താൻ ഏത് മേഖലയിൽ പരാജയപ്പെട്ടോ അവിടെ തന്നെ വിജയിക്കണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പരാജയങ്ങളുടെ വക്കിൽ നിന്ന് തിരികെ വരുന്നവരുണ്ടാകാം. പരാജയം എന്ന് പറയുന്നത് അത് ഒരു പുതിയ അവസരമാണെന്ന് തിരിച്ചറിയണം. APJ അബ്ദുൽ കലാം പറയുന്നത് പോലെ ഫെയിൽ എന്ന് പറയുന്നത് ഒരു അടുത്ത അറ്റംപ്റ്റിനുള്ള ഒരു കരുത്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ചാനു തന്റെ പരാജയത്തിൽ തന്റെ നിരാശയും ഒക്കെ മറികടന്ന് കൂടുതൽ പരിശ്രമിക്കുകയാണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഭാരതത്തിനു വേണ്ടി അവൾ വെള്ളി മെഡൽ നേടുകയാണ്. ഇത് നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്. പരാജയങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമാണ്. നമുക്ക് പരാജയത്തിൽ തളർന്നു പോവുകയല്ല, മറിച്ച് കൂടുതൽ വിജയിക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ പരീക്ഷാ പരാജയമാകാം, കുടുംബജീവിതത്തിലെ പരാജയമാകാം, ജോലി കാര്യങ്ങളിലെ പരാജയമാകാം, അല്ലെങ്കിൽ വെളിയിലേക്കൊക്കെ പോകുവാൻ സാധിക്കാത്ത ചില പരാജയങ്ങളാകാം, ശാരീരികമായ ബുദ്ധിമുട്ടുകളാകാം. ഇവിടെയെല്ലാം നമ്മൾ മാനസികമായി കരുത്ത് നേടുകയും വീണ്ടും കരുത്തോടുകൂടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് മീരാഭായ് ചാനു എന്ന് പറയുന്ന മണിപ്പൂരുകാരി പെൺകുട്ടി നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കട്ടെ. ഈ ഭാരതത്തിനൊരു വെള്ളി മെഡൽ നേടിയെന്നത് മാത്രമല്ല, ഭാരതത്തിലെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ചം നൽകിയെന്ന് തന്നെയാണ് അവളുടെ പ്രത്യേകത. ഈ ഒളിമ്പിക്സ് പോലെ മാനവികതയും അതുപോലെ തന്നെ സാഹോദര്യവും ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.